ഇത് ബ്ലോഗ് ഉണ്ടാ? ഞങ്ങള് 84 അപ് ടു 86 ബാച്ചില് TTC പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു സംഗമം ഞങ്ങൾ തുടർച്ചയായി 4 വർഷം ചെയ്തു വരിക. ഇത് 4ാം വർഷമാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തിൻ്റെ. ഫ്രം കണ്ണൂർ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട. എവിടെയായിരുന്നു TTC കോളേജ്? ഞങ്ങളുടെ പത്തനംതിട്ട അല്ലേ, തടിയൂർ NSS. ഇപ്പം അത് എന്തിനാ TTCക്ക് പോയേ? TTC അധ്യാപന ഇഷ്ടമായതുകൊണ്ടാണ്. അന്ന് തന്നെ താല്പര്യം ഉണ്ടായിരുന്നല്ലേ? ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ റിട്ടയർ ചെയ്തിട്ട് കുറേ നാളായി. കണ്ണൂർ ജില്ലയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ. അങ്ങനെ റിട്ടയർ ചെയ്തു. ഇവരൊക്കെ ഹെഡ് ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തവരാണ്. എവിടെയാ ഇപ്പം താമസിക്കുന്നത്? ഇപ്പം ഞാൻ പയ്യന്നൂര്. നിങ്ങൾ ടീച്ചേഴ്സ് മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ? എത്ര പേര് വന്നു? അല്ല, ടീച്ചർ ജെൻസ് എല്ലാവരും ഉണ്ട്. എത്ര പേരുണ്ട്? 20. ഓക്കെ. എത്ര പേര് ഞാൻ കിട്ടിയുള്ളൂ. അവർക്ക് വളരെ അന്നൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും ഈ ഫോൺ സൗകര്യങ്ങളോ ഇല്ല. അപ്പോൾ 2020 ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. തുടർച്ചയായുള്ള സംഗമങ്ങൾ ഇങ്ങനെ വർഷത്തിലിരിക്കുക. അല്ലല്ല, വിവിധ സ്ഥലങ്ങളിൽ. കഴിഞ്ഞ വർഷം പയ്യന്നൂരായിരുന്നു. എത്ര ദിവസത്തെ പാക്കേജാണ് വരുന്നത്? 2 days. അപ്പം നിങ്ങൾക്ക് ഇത് എത്ര റൂം റെന്റ് ഒക്കെ എങ്ങനെയാ പെർ ഹെഡ് വരുന്നത്? റൂം റെന്റ് പലതരത്തിലുള്ള റെന്റിങ് ആണല്ലോ. എങ്ങനെയുണ്ട് സ്റ്റേ? എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഒരു റൂമിൽ 2 പേരല്ലേ? 3 പേര്. ഓക്കെ ഓക്കെ, താങ്ക് യു. Sunrise from Calgary. I don't know how. ടീച്ചർ പേരെന്ന് പറഞ്ഞു. ഷീബ, മലപ്പുറം. ജെസ്സി, ഇടുക്കി. നിങ്ങളാണോ കൂട്ടിക്കൊണ്ട് വന്നത്? ഞാൻ പയ്യന്നൂര്, കണ്ണൂർ ജില്ല. ഇടുക്കി. മിനി കോതമംഗലത്താണ് താമസിക്കുന്നത്. എവിടെ പഠിപ്പിച്ചത്? പഠിപ്പിച്ചത് പെൻഷനായത് മൂവാറ്റുപുഴ LP ലോവർ പ്രൈമറി. എവിടുന്നാ റിട്ടയർ ചെയ്തത്? ഞാൻ ഇടുക്കിയാണ്, ഇടിഞ്ഞമല സ്കൂളിൽ. ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ. അവിടുത്തെ പ്രൈമറി അവിടെ സബ്ജക്റ്റ് ഒന്നും പ്രൈമറിയിൽ സബ്ജക്റ്റ്. ഞാൻ റിട്ടയർ ആയിട്ടില്ല, വൈഫാണ്. അവരുടെ കൂടെ കൂടിയതാണ്. വെരി ഗുഡ്. ഇപ്പൊ വർക്ക് ചെയ്യാണ് മലപ്പുറം മങ്കട, GHS മങ്കടയിൽ. ഞാനൊരു കവിത ഇല്ല, എന്റെ കവിതയാണ്. അങ്ങനെയൊക്കെ വായിച്ചു. ഒറ്റയ്ക്ക് നനയുമ്പോൾ കവിത എഴുതി അവതരിപ്പിക്കുന്ന വത്സല ടീച്ചർ. കാലവർഷമിരുണ്ടു മിഥുനമാസമിരമ്പിയാർത്തു പെയ്ത മഴയിലൊഴുകിയെത്തി നനവിൻ മഴത്തുള്ളിയായി നിന്നോർമ്മകൾ. കാലവർഷമിരുളുമ്പോൾ നിൻമിഴിയിൽ അന്നു കണ്ട പിടയുന്ന പ്രാണന്റെ നൊമ്പരം മഴച്ചുഴിയായി മനസ്സിനാഴങ്ങളിൽ കലങ്ങി മറിയുന്നുണ്ടിപ്പോഴും. അറിയുന്നുവോ പ്രിയ സഖേ, തിമിർത്തു പെയ്യുന്നു പേമാരി ഇപ്പോഴും കുത്തിയൊലിച്ചൊഴുകുന്നു നമ്മുടെ പുഴയും തൊടികളും. മഴ നനയുവാനാകുമോ നമുക്കിനി? നിൻ കൈ പിടിച്ചൊട്ടു നേരം നടന്നു നീങ്ങാൻ കൊതിയാർന്നിടവേ. ഏതു മഴയിലും ഒലിച്ചു പോകാത്തൊരോർമ്മയുമായി ഞാനിന്ന് ഒറ്റയ്ക്കു നനയുന്നു നിനക്കായി മാത്രം. നന്ദി. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.
കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയും ഈറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്. ഞാൻ അനിൽ ജോസഫ്. ഞാൻ അനിൽ ജോസഫ്. ഞങ്ങള് തൊടുപുഴയിൽ നിന്ന് ഒരു ഗെറ്റ് ടുഗദറിന് വന്നതാണ് ഈ റിസോർട്ടിൽ. കാലൂര് പോകാനുള്ള നല്ല വൈബാണ്. ഒരു പരിചയപ്പെടാനൊക്കെ സാധിച്ചു. സ്വദേശം ഞാൻ ഇരട്ടയാറുകാരനാണ്. ഇപ്പൊ തൊടുപുഴ സെറ്റിലായിരിക്കുന്നതാണ്. റിട്ടയർഡ് ഹെഡ് മാഷാണ്. ആ അതെ അതെ. പഠിച്ചത് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിലാണ്. 2 വർഷം. വോളിബോൾ പ്ലെയർ ആയിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. പ്രീ ഡിഗ്രി അവിടെ പഠിച്ചത്. 82-84. Thank you. See, this is the reception of G. What is it? CCBG Resorts. നമുക്ക് എവിടെ നിന്നാലേ മുഴുവൻ കാണാം. അതെ അതെ അതെ. അങ്ങനെ ഒന്ന് സ്ഥലത്ത് It's a view of ground floor. എൻ്റെ പേര് മഞ്ജുള. ഞാൻ റിട്ടയർഡ് അച്ഛമ്മാണ്. എൻ്റെ സ്വദേശം മഞ്ചേരിയിലാണ്. ഞാൻ TTC പഠിച്ചത് തടിയൂരിലാണ്. അപ്പോൾ ഞങ്ങൾ തടിയൂരിൽ ഞങ്ങളുടെ കൂട്ടായ്മ എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ വർഷം ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു വന്നത്. ഇടുക്കിയുടെ മനോഹാരിതയും അതുപോലെ തന്നെ ഇവരുടെ പ്രകൃതി ഭംഗിയും എല്ലാം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മടങ്ങും. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് എത്തിയത്. തൊടുപുഴ ഞങ്ങൾ കൂട്ടുകാരൻ അനിലിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കൂട്ടുകാരി മിനി നല്ല ഉച്ചഭക്ഷണം കൊണ്ടുവന്നു. എല്ലാം കൊണ്ടും നല്ല ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ 19 പേരാണ്. ഇതെന്റെ ഹസ്ബൻഡാണ്. ഞാൻ റിട്ടയർഡ് സെയിൽസ് ടാക്സ് ഓഫീസറാണ്. കമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ. മഞ്ചേരി ആയിരുന്നു. ഞങ്ങൾ മലപ്പുറം മഞ്ചേരിയൊക്കെയാണ് ഞങ്ങളുടെ ടൂർ. ഞങ്ങൾക്കൊരു ഹോബിയാണ്. ഞങ്ങൾ പെൻഷനേഴ്സിന്റെ കൂടെ എല്ലായിടത്തും പോകാറുണ്ട്. ഇപ്പൊ രാജസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. 10 ദിവസമായിരുന്നു അവിടെ. കഴിഞ്ഞ ഉടനെ ഇപ്പൊ ഈ TTC ഇവരെ ട്രിപ്പ് പോകുന്നതാണ്. മഞ്ചേരി മലപ്പുറം ഡിസ്ട്രിക്റ്റില്. മഞ്ചേരി എന്ന് പറഞ്ഞാല് മലപ്പുറത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൗൺ ആണ്. തിരൂർ, മഞ്ചേരി, നിലമ്പൂര്. വന്നിട്ടുണ്ട് അവിടെ. അതെ, വയനാട് കാണാണ്ട് ഇപ്പോ പഴയ പോലെ. അതെ, ഞാൻ 10, 28, 30 വർഷത്തോളം ജോലി ചെയ്ത് കമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ വരെ, ക്ലർക്ക് മുതൽ ഓഫീസർ വരെ ആയി റിട്ടയർ ചെയ്തതാണ്. ഞാനൊക്കെ സത്യസന്ധമായ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. നമുക്ക് ഗുഡ് സർവീസ് എൻട്രി ഒക്കെ കിട്ടി. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ യൂണിയൻ ലെവലിലും സജീവമായി നിൽക്കൊണ്ടേ മറ്റു കാര്യങ്ങൾക്കൊന്നും നമുക്ക് നീങ്ങാൻ കഴിയില്ല. അങ്ങനെ മഞ്ജുളയാണ്. ഞാന് BCom പഠിക്കുകയായിരുന്നു. BCom പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ TTC അഡ്മിഷൻ ഉണ്ട്, NSSല് അഡ്മിഷൻ ഉണ്ട്, അതിന് മോൾക്ക് വേണമെങ്കിൽ പോവാ പറഞ്ഞു. അപ്പൊ BCom കഴിഞ്ഞിട്ട് എനിക്ക് അധ്യാപിക ആവാനായിരുന്നു ഇഷ്ടം. BCom B.Ed ഒക്കെ പിന്നെ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഞാന് തടിയൂരിൽ വന്നു. ഞങ്ങള് തറവാടത്തില് ഒരുപാട് വലിയ തറവാടാണ്. എല്ലാവരും നല്ല ജോലിക്കാരൊക്കെയാണ്. അപ്പൊ ഇത്രയും ദൂരത്ത് ഞാനാണ് ആദ്യമായിട്ടൊരു പെൺകുട്ടി പഠിക്കാൻ വന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ തടിയൂരിൽ നിന്നത്. ഞാൻ പ്രഗ്നന്റ് ആയി. അവിടുന്ന് കുഞ്ഞുണ്ടായി. എല്ലാ സാഹസികതകളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അപ്പൊ എനിക്ക് തടിയൂരിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. കാരണം എൻ്റെ ആദ്യത്തെ കുട്ടി അവിടെയല്ലേ ഉണ്ടായത്. അപ്പൊ കുട്ടിയും കൊണ്ട് എനിക്ക് ഭയങ്കര അനുഭവമായി പോയത്. പിന്നെ ഞാൻ അങ്ങനെ TT കഴിഞ്ഞു
ജോലിയൊക്കെ എന്നെ കിട്ടി. ഞങ്ങൾ സ്കൂളിൽ തന്നെ, വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ ജോലി കിട്ടി. 34 വർഷം അധ്യാപികയായി, പിന്നെ പ്രധാന അധ്യാപികയായി. റിട്ടയർമെന്റിന് ശേഷം ഞാൻ തീരുമാനിച്ചു വെറുതെ വീട്ടിലിരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഭരതനാട്യം പഠിച്ചു, ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ഇപ്പോൾ ഭരതനാട്യം ഗുരുവായൂരും മൂകാംബിയിലൊക്കെ അരങ്ങേറി. ഇപ്പോൾ അതിനുശേഷം ഞങ്ങളെ KSSPUവിൻ്റെ കലാമേള ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ജില്ലയിൽ ഫസ്റ്റ് കിട്ടി ഗ്രൂപ്പ് ഡാൻസിന്. ഇപ്പോൾ പോരാത്ത ഞാൻ അത്യാവശ്യം എഴുതും, പാട്ട് പാടും. പിന്നെ ഞാൻ ആകാശവാണിയിൽ ഇപ്പോൾ എൻ്റെ ഗാനം അവതരിപ്പിക്കാനുള്ള റെക്കോർഡിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഇന്ത്യക്ക് അകത്തും പുറത്തായിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്തു. യാത്രാ വിവരണത്തിന് സമ്മാനമൊക്കെ കിട്ടലുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ജീവിതം വെറുതെ ഇങ്ങനെ ഇരിക്കാതെ എന്തിലെങ്കിലും എപ്പോഴും ഇങ്ങനെ മുഴുകിയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കോളേജിലുണ്ട്. ഞാൻ BCom മഞ്ചേരി NSS കോളേജിലാണ് പഠിച്ചത്. അവിടെ അല്ല, അവിടുന്ന് എങ്ങനെ ഇതിലൊന്നും പോയിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങളും നമ്മുടെ ഇതിൻ്റെയൊക്കെ ഇടയിൽ അതിനൊന്നും കഴിഞ്ഞില്ല. മക്കളെ പഠിപ്പിക്കലും, 2 മക്കൾ ആൺമക്കളാണ്, അവരൊക്കെ വിവാഹം കഴിച്ചു സ്വസ്ഥമായി ജീവിക്കുന്നു. ഇപ്പം ഞങ്ങൾ 2 പേരും ഇങ്ങനെ യാത്രകളും കേട്ടിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ പെൻഷനേഴ്സിന്. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര പോവാറ് സ്ഥിരമായിട്ട്. പിന്നെ ഞാൻ ഇവരുടെ കൂടിയും കൂടും യാത്രയ്ക്ക്. ഓക്കെയാണ്. സെയിൽസ് ടാക്സ് ഓഫീസർ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളെ മകനാണ്. മൂപ്പര് നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനും ആണ്. പിന്നെ പൊതുപ്രവർത്തകരാണ് ഇപ്പോൾ മെയിൻ വിഷയം അവിടുത്തെ. പിന്നെ അധ്യാപനം ഇതൊരു സ്ട്രെസ്ഫുൾ ആയിരുന്നു? ഒരു സ്ട്രെസ്ഫുള്ളും ഇല്ല. നമ്മൾ വീട്ടിൽ രാവിലത്തെ എല്ലാ പാടാപാടും കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്കാണ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മറക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിപ്പിച്ചിട്ട് എൻ്റെ മോഹം തീർന്നിട്ടില്ലേനോ. അപ്പം ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തത്. അങ്ങനെ കുറച്ച് കൂട്ടുകാരികളും കൂട്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഡാൻസ് പഠിക്കാനും ഇതിനൊക്കെ പോയി. ഇപ്പം പിന്നെ ആ സങ്കടമൊക്കെ മാറി. ഇപ്പോഴും സ്കൂളിൽ എന്ത് വിഷയം ഉണ്ടെങ്കിൽ ഞാൻ സ്കൂളിൽ ചെല്ലാറുണ്ട്, അവരടുത്ത് കൂട്ടുകൂടാറുണ്ട്. കുട്ടികളടുത്ത് എത്തുമ്പോൾ അവരുടെ ആ നിഷ്കളങ്കമായ മുഖവും അവരുടെ ആ ചിരിയും കളിയും ഒന്നും മറച്ചു വെക്കില്ലല്ലോ, എല്ലാം നമ്മോട് തുറന്ന് പറയും. ഭയങ്കര അനുഭവമാണ് എനിക്ക് പിന്നെ കുട്ടികളിൽ നിന്ന് കിട്ടിയത്. പിന്നെ ആ സ്നേഹവും ആ വാത്സല്യം ഇന്നും അവർക്കുണ്ട്. ഇപ്പോഴും അവര് എവിടെ കണ്ടാലും അവരുടെ ആ ചിരിയ വർത്തമാനം എത്ര വലുതായാലും ഉണ്ട്. അതൊരു അധ്യാപികയ്ക്ക് മാത്രം കിട്ടുന്നൊരു ഗുണമാണത്. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ് തൃപ്പനച്ചി UP സ്കൂള്. ഇപ്പൊ UP സ്കൂളാണ്. 2600 കുട്ടികളും 79 സ്റ്റാഫുമാണ് അവിടെ. വലിയ സ്കൂളാണ്. ആ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ HM ഞാൻ ഒരു വർഷം നിന്നിട്ടുള്ളൂ. കാരണം അവിടെ അത്രേ പറ്റുള്ളൂ. കാരണം ഇത്രയും ആളുകളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക പറഞ്ഞാലേ അതൊരു വലിയ സംഭവമല്ലേ. നല്ല ഇവിടുത്തെ അവിടെ സ്ട്രെങ്ത്, ഒരുപാട് സ്ട്രെങ്ത്. കാരണം എല്ലാം കൊണ്ടും കലാകായിക മേഖലകളിൽ ഏറ്റവും മുതിർന്ന് നിൽക്കുന്ന സ്കൂളാണത്. ഉണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരാറുണ്ട്, ബീഹാർ വരാറുണ്ട്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വസന്തമോ വന്നു കഴിഞ്ഞു, പഞ്ചമിയും വന്നണഞ്ഞു, വന്നില്ലൻ കണ്ണിൻ മുന്നിൽ വരേണ്ടയാൾ മാത്രം. വാസന്ത പഞ്ചമി നാളിൽ ഓരോരോ കാലടി ശബ്ദം ചാരത്തെ വഴിയിൽ കേൾക്കേ, ചോരുമെൻ കണ്ണീരൊപ്പി കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നു കിനാവു.
യാ പക്ഷെ അന്നേരം പടക്കം പൊട്ടിച്ചത് ഇന്നലെ യാ പിന്നെ സതീശന്റെ പടക്കം ആണെന്ന് തോന്നില്ലേ കേട്ടത് അവിടെ ഓ ഭയങ്കര ലോങ് പടക്കമായിരുന്നു. ഞങ്ങൾ ഓർത്ത് സതീശൻ വന്നതിന്റെ ഞങ്ങൾ ഓൺ ദ വേയില് കുറെ പേര് വെയിറ്റ് ചെയ്യുന്ന കണ്ടേ. മഴയായിരുന്നല്ലോ ഇന്നലെ. എവിടാ നാടൊക്കെ? എന്റെ നാട് തിരുവല്ല സാറേ. ഓക്കെ. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ ഞാൻ കുമ്പളിയിലുണ്ടായിരുന്നു കുറച്ച് നാള്. എന്റെ അമ്മാച്ചിന്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിലായിരുന്നു ഞാൻ. അവിടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അവിടെ പിന്നെ ബിസിനസ് കൊടുത്തപ്പോ അത് ലീസിന് കൊടുത്തു. ഓക്കെ ഓക്കെ. കൊടുത്തപ്പോ പിന്നെ ഞങ്ങള് എന്റെ ഒരു സുഹൃത്തായിരുന്നു വിട്ട നേരത്തെ മാനേജ് വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറുക. തിരുവല്ല എവിടെ ആയിട്ടാ? നിരണം. ഞങ്ങളൊക്കെ കറിവച്ചാലുകാരും മലപ്പള്ളിക്കാരൊക്കെയാ. അതാ ഓർത്തഡോക്സ്. അത് കൂത്രപ്പള്ളിക്ക് പോകുന്ന വഴിയാ. കാരണം ഞാൻ അവിടെ പഠിച്ചത് അതല്ല കൂത്രപ്പള്ളി കുച്ചറമ്പ്. അതെല്ലാം ഓർത്തഡോക്സുകാരാണല്ലോ കൂടെ. ആ ഓർത്തഡോക്സുകാരാ. ഒരു കൂടിച്ചേരൽ ഉള്ളതാണ്. ഒരുമിച്ച് പഠിച്ച ആളുകൾ ഒരുമിച്ച്. കഴിഞ്ഞ വർഷം ഞങ്ങള് പയ്യന്നൂരായിരുന്നു. ഈ വർഷം അത് ഇടുക്കിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇടുക്കിയിൽ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് എനിക്ക് ഈ പ്രദേശത്തെ കുറിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെയാണ് കാൽവരിമൗണ്ട് സെലക്ട് ചെയ്യുകയും ഇവിടെ വരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. താങ്ക് യു. ഈ ട്രിപ്പുകൾ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അത് ഞങ്ങൾ നേരിട്ട് ഇവിടെ വന്നു. എനിക്കറിയാമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് നേരത്തെ ഈ റിസോർട്ടിൽ വന്ന് തങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആളുകൾക്ക് അത്യാവശ്യം ഇതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമാണ്. അപ്പം അങ്ങനെ ഈ റിസോർട്ട് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. അതെ അതെ അതെ. ഇഷ്ടപ്പെട്ടു. നല്ലതാണ്. ഫുഡില്ല. ഫുഡ് ഞങ്ങൾ തന്നെ പറഞ്ഞ ഫുഡ് റെഡിയാക്കി തരിക ചെയ്തത്. അനിൽ ജോസഫ്. ഞാൻ 82-84 പ്രീ ഡിഗ്രിക്ക് അവിടെ പഠിക്കാൻ വന്നതാണ്. മെയിൻ കാര്യം അത് വോളിബോളിന്റെ ഒരു ടീമുള്ള സ്ഥലമാണ്. ഞാൻ അന്ന് ചെറുതായിട്ട് പന്ത് കളിക്കുമായിരുന്നു. ഇല്ല. സെന്റ് തോമസ് ആയിരുന്നു അറിയപ്പെടുന്ന ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഏറ്റവും നല്ല കോളേജായിരുന്നു. ഹോസ്റ്റലുണ്ടായിരുന്നു. സ്പോർട്സ് ഹോസ്റ്റൽ പ്രത്യേകം ഉണ്ട്. അല്ല. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ ഒരു പ്രൈമറി ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. 34 വർഷം ജോലി ചെയ്തു. അത് തന്നെ. ഇടുക്കി ജില്ലയാണ് അധികം ഉള്ളത്. എന്റെ ഫാദർ ഗവൺമെന്റ് സ്കൂളിലെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. എല്ലാം റിമോട്ട് പ്ലേസ് ആദ്യം കിട്ടുന്നത്. സാറിന് അങ്ങനെ പ്രയാസപ്പെട്ട ഉണ്ടായിരുന്നു. ഉണ്ട്. ഒരുപാട് സ്ഥലമുണ്ട്. സ്കൂളിലെ സ്ട്രെങ്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. നന്നായിരുന്നു. സർവീസിൽ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല. സമയത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ടീച്ചർ മിസ്സസ് ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. അത് തന്നെ ഗവൺമെന്റ് സർവീസിൽ. ഗവൺമെന്റിലും ഉണ്ട്, ഏടെ സ്കൂളുകളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതെ. അത് തടിയൂരാണ്. അത് തടിയൂര് വരുന്നതെന്ന് പറഞ്ഞാല് തടിയൂരിന്റെ സെലക്ഷൻ നടത്തിയിരുന്ന അന്ന് ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കീഴിലുള്ള സ്കൂളായിരുന്നു അത്. അങ്ങനെയാണ് അവിടെ വന്നത്. എല്ലാരും ഇടുക്കി DD-യിൽ അപ്ലൈ ചെയ്യും. ഗവൺമെന്റ് സീറ്റാണത്. സീറ്റാണ്. ഇല്ല. അന്ന് മാർക്ക് ബേസ് ആണ്. ഇപ്പോഴത്തെ എനിക്ക് കൃത്യം അറിയില്ല. ഉണ്ട്. അതിന്റെ പേരൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. DL-Ed എന്നോ മറ്റോ ആണ്. അതെ. സബ്ജക്റ്റ് ഒന്നും മെയിനായിട്ടില്ല.
സാറ് എന്താ പറയുന്നത് കുട്ടികളോട് TTCക്കൊക്കെ പോകാൻ സാറ് പറയുമോ? അത് എഞ്ചിനീയറിംഗ് തന്നെ അതൊക്കെ അവരുടെ താല്പര്യമാണല്ലോ. നല്ലൊരു സർവീസ് സെക്ടർ അല്ലേ? അതെ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ പക്ഷെ ഇപ്പം അതില് കോഴ്സ് പഠിക്കാൻ എളുപ്പമാണ്, പഠിച്ചിട്ട് ജോലി കിട്ടുക എന്ന് പറയുന്നത്. താങ്ക് യു സാറേ. ഓക്കെ, സന്തോഷം. you.